കർത്താവിൻ്റെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടട്ടെ. ഒരു പ്രാവശ്യം കൂടെ നിങ്ങളോട് ഏവരോടും കൂടെ ആയിരിക്കാൻ ഈ ഉള്ളവനും ഹല്ലേലൂയ ദൈവം സഹായിച്ചതോർത്ത് സ്തോത്രം. പിള്ളേരുടെ പള്ളിക്കൂടം കഴിഞ്ഞല്ലോ, ഇനിയും വലിയൊരു പള്ളിയിൽ ഇരിക്കുകയാണല്ലോ. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. ഷാജി പാസ്റ്റർ എന്നെ വിളിച്ചതിന് അദ്ദേഹത്തിനും കുടുംബത്തിനും നന്ദി അറിയിക്കുന്നു. നല്ല ഇൻ്റർപ്രറ്ററാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ. ദൈവം അവരെയൊക്കെ കുടുംബമായി അനുഗ്രഹിക്കട്ടെ. കഴിഞ്ഞ വെള്ളിയാഴ്ച മുതൽ ഈ സഭയോൾ കടന്നു വരികയും അല്പമായി വചനം സംസാരിപ്പാൻ സ്വർഗത്തിലെ നല്ല ദൈവം അവസരമൊരുക്കുകയും ചെയ്തു. ഹല്ലേലൂയ. കയ്പുള്ളവർ കർത്താവിൻ്റെ പാദപീഠത്തിൽ ഇരുന്നാൽ ജീവിതം മധുരമാക്കി തരുമെന്ന് ഹല്ലേലൂയ വെള്ളിയാഴ്ച ഹല്ലേലൂയ ലൂക്കോസിൻ്റെ സുവിശേഷം ഘോഷിപ്പാനിടയായി. ഇന്നലെ പകൽക്കാലം ചർച്ചിൽ കടന്നു വരികയും നമുക്കൊരുമിച്ചുള്ള ഉപവാസത്തിൽ ഹല്ലേലൂയ വചനം ഘോഷിപ്പാനിടയായി. കണ്ണുനീരോടെ ആരൊക്കെ വിതച്ചിട്ടുണ്ടോ അവരെല്ലാം ആർപ്പോടെ കൊയ്യും. ഹല്ലേലൂയ. ഇന്ന് ഹല്ലേലൂയ സംസാരിപ്പാനുള്ള വചനത്തോട് ചേർന്നാണ് പ്രിയ ഷാജി പാസ്റ്റർ ഹല്ലേലൂയ ഇന്ന് സംസാരിച്ചത്. മനം തകർന്നവരുടെ മുറിവ് കെട്ടുന്നു. ഹല്ലേലൂയ. ഇന്നർ വൂൺസ്. ഹല്ലേലൂയ. മനുഷ്യരോട് മറ്റുള്ളവരോട് പറയാൻ കഴിയാതെ വണ്ണം ഹല്ലേലൂയ ഭാരപ്പെടുന്ന പ്രയാസപ്പെടുന്ന ഹല്ലേലൂയ അകത്തെ മുറിവിനെ കുറിച്ചാണ് പറഞ്ഞത്. അതിനെ ഹല്ലേലൂയ ഉണക്കുവാൻ തക്കവണ്ണം കാൽവറി ക്രൂശിലെ രക്തത്തിന് ശക്തിയുണ്ട്. അതിനേക്കാൾ വലിയൊരു ഔഷധം ലോകത്തിൽ ഇല്ല. ഹല്ലേലൂയ. പ്രിയരെ, ഒരു കാര്യം ഓർക്കണം. ലോകം തരുന്നത് പോലെയുള്ള സമാധാനമല്ല യേശു തരുന്നത്. ഹല്ലേലൂയ. ലോകം സമാധാനം തരുമ്പോൾ, ആശ്വസിപ്പിക്കുമ്പോൾ ഹല്ലേലൂയ അതിൽ കാറ്റിൽ പറന്നു പോകും. ഒരു ലിമിറ്റുണ്ട്. അതുകൊണ്ട് കർത്താവ് തരുന്ന സമാധാനം നമുക്ക് ഏൽക്കണം. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 5-ാം വാക്യത്തിൽ പറഞ്ഞത്, വിത്തൗട്ട് മീ, എന്നിലല്ലാതെ നിങ്ങൾക്ക് ഒന്നും നേടാൻ കഴിയത്തില്ല. ഇത് വേദപുസ്തകത്തിൻ്റെ അല്ല, ലോകത്തിൻ്റെ തന്നെ ഒരു ചരിത്രമാണ്. നമുക്ക് എന്തെങ്കിലും നേടണമെങ്കിൽ യേശു ക്രിസ്തുവിലാകണം. നല്ല എക്സ്പ്ലനേഷൻ തന്നു. താങ്ക് യു. ഹല്ലേലൂയ. ഞാൻ ഓർത്ത നോഹയുടെ പെട്ടകത്തിൻ്റെ പണി നടക്കുകയാണ്. ദൈവം അദ്ദേഹത്തെ അനുഗ്രഹിക്കട്ടെ. ഞാൻ ഇന്ന് വാഷ്റൂമിൽ നല്ലപോലെ ഉരുണ്ടങ്ങ് വീണു, തെന്നി വീണതാണ്. ഒത്തിരി ദിവസങ്ങൾ ഉപവസിച്ച് കഴിയുമ്പോൾ ശരീരത്തിനൊരു ചെറിയ ഇതൊക്കെ ഉണ്ടാകും. അങ്ങനെ വേദന എടുത്തിരുന്നപ്പോൾ കർത്താവ് കുരിശെ കടന്നപ്പം വെള്ളം ചോദിച്ച പോലെ റെക്സ് കൊണ്ടുവന്ന് ചൂടുവെള്ളം തന്നു. ആ വെള്ളത്തിലാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. അദ്ദേഹത്തെ ദൈവം കുടുംബമായി അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. എല്ലാവർക്കും നന്ദി. പ്രിയരെ, നാം കർത്താവിൻ്റെ പാദപീഠത്തിൽ കടന്നു വന്നത് ടൈം പാസിനല്ല. ആമേൻ. പാസ്റ്റർജി എന്തെങ്കിലും പറയുമല്ലോ എന്നുള്ളത് കൊണ്ടല്ല. ആമേൻ. ഒന്ന്, ദൈവം ചെയ്ത നന്മയ്ക്ക് താങ്ക്സ് ഗിവിങ്, അവന് നന്ദി കരയറ്റാനാണ് വന്നതൊന്ന്. രണ്ട്, ദാവീദ് പറയുന്നത് പോലെ എന്നെ ഒന്ന് നന്നായി ഒന്ന് കഴുകണമേ എന്ന് പറയാനാണ് വന്നത്. ആമേൻ. മൂന്നാമത്, എന്നെ ഒന്ന് നിറയ്ക്കണം. എനിക്ക് കുറവുകളുണ്ട്, അതെല്ലാം മാറ്റി ഒന്ന് നിറയ്ക്കണം. ഈ മൂന്ന് പർപ്പസാണ് ഒരു ആരാധകന്റെ അല്ലെങ്കിൽ ജീവിതത്തിൽ ആവശ്യമായിട്ട് ഉള്ളത്. ഹല്ലേലൂയ. അതുകൊണ്ട് നിരാശയോടെ, ഭാരത്തോടെ, സങ്കടത്തോടെ ഇന്ന് പകൽക്കാലം കടന്നു വന്ന അല്ലെങ്കിൽ നമുക്ക് ഏവർക്കും ആദ്യം വായിച്ച വേദവാസ്തവത്തോട് ചേർന്ന് നമുക്ക് വായിക്കാം. മനം തകർന്നവരുടെ മുറിവ് കെട്ടുന്ന ഒരു ദൈവമുണ്ട്. അതുകൊണ്ട് അതുപോലൊരു മനം തകർന്ന ഒരു ഭക്തൻ ഏതോ ദേശത്ത് പാർത്തിരുന്നു. ഹല്ലേലൂയ. അബ്രഹാമിന്റെ കാലത്താണോ ഇല്ലയോ എന്ന് അറിയത്തില്ല. ഹല്ലേലൂയ. അദ്ദേഹം ഹല്ലേലൂയ നേരുള്ളവനും ഹല്ലേലൂയ ദോഷം ചെയ്യാത്തവനും മക്കളെ വരുത്തി ശുദ്ധീകരിക്കുന്നവനും ആയിരുന്ന മനുഷ്യൻ ഇതുപോലെ വലിയൊരു സങ്കടത്തിൽ പെട്ടുപോയി. അദ്ദേഹം തൻ്റെ വിലാപം ദൈവത്തോട് ഏറ്റു പറയുന്നതാണ് ബുക്ക് ഓഫ് ജോബ്, യോബിന്റെ പുസ്തകം 19-ാമത്തെ അധ്യായം 10-ാമത്തെ വാക്യം. ആരെങ്കിലും ഉറക്കെ ഒന്ന് വായിച്ചാൽ നല്ലത്. യോബിന്റെ പുസ്തകം 19-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം.
അവൻ എന്നെ ചുറ്റും ക്ഷയിപ്പിച്ചു, എന്റെ കഥ കഴിഞ്ഞു. മതി, കഥ കഴിഞ്ഞു. ഇന്നത്തെ എന്റെ കുറിവാക്യം അതാണ്. കഥാപ്രസംഗമല്ല, കഥ കഴിഞ്ഞു. നാം ആഗ്രഹിക്കുന്ന ലെവലിൽ, നാം ആഗ്രഹിക്കുന്ന രീതിയിൽ നമ്മുടെ കാര്യങ്ങൾ മുന്നോട്ട് പോകാതെ വരുമ്പോൾ, ഹിന്ദി പറയുന്ന ഹത്യാണ്ടാനത്തിൽ നാം സുല്ലിടും. അതാ മലയാളത്തിൽ പറഞ്ഞിരിക്കുന്നത്. എന്റെ കഥ തീർന്നു. ഇതൊരു ഭക്തൻ പറയുന്നതാണ്. നിങ്ങളിലും ചിലര് ഇവിടെ വന്നിട്ട് പല കാര്യങ്ങളെ ചിന്തിച്ച് വിചാരപ്പെട്ട് മനസ്സ് കലങ്ങി പറഞ്ഞു, ഇനി രക്ഷയില്ല, സംഗതി തീർന്നു. ആമേൻ. ഒരു ഭക്തൻ വ്യക്തമായിട്ട് എഴുതിയിരിക്കുകയാണ്, ഐ ആം ഗോൺ, എന്റെ കഥ കഴിഞ്ഞു. ഈ അധ്യായത്തിനകത്ത് അദ്ദേഹം പറയുകയാണ്, ഹല്ലേലൂയ, ഇപ്പോൾ 10 പ്രാവശ്യം പബ്ലിക് അദ്ദേഹത്തെ നിന്ദിച്ചു. ഈ വാക്യത്തിൽ പറയുന്നത് ഒത്തിരി കാര്യങ്ങളാണ് പറയുന്നത്. എന്റെ സ്നേഹിതർ എന്നെ മറന്നു കളഞ്ഞു. ഇദ്ദേഹം പറയുകയാണ്, എന്റെ പ്രാണ സ്നേഹിതന്മാർക്ക് പോലും ഞാൻ വെറുപ്പായി തീർന്നു, കയ്പായ ദുഃഖമായി തീർന്ന സകലതും അവസാനിച്ചെന്ന് പറഞ്ഞ്, ഹല്ലേലൂയ, ഒരു ഭക്തൻ ദൈവത്തോട് വിളിച്ചു പറയുകയാണ്, ദൈവമേ, എന്റെ കഥ കഴിഞ്ഞു. ആമേൻ. കർട്ടൻ വീണു കഴിഞ്ഞു. ഇനി ഈ നാടകം കളിക്കാൻ ഒക്കത്തില്ല. ആമേൻ. മക്കള് സകലരും മരിച്ച്, സമ്പത്ത് സകലവും നഷ്ടപ്പെട്ട്, വീട് കൊള്ളയടിക്കപ്പെട്ട്, ഭാര്യ പോലും മറുത്തു പറഞ്ഞ്, ശരീരത്തിൽ വ്രണങ്ങളാൽ നിറഞ്ഞ്, ചെറട്ടിലും വെണ്ണീരിലും ഇരുന്ന് അയ്യം വിളിക്കുന്ന ഒരു ഭക്തൻ പറയുകയാണ്, ആമേൻ, എന്റെ കഥ കഴിഞ്ഞെന്ന്. സുവിശേഷത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ച് കഷ്ടപ്പെട്ട് നഷ്ടപ്പെട്ട് ഭാരം തിരിഞ്ഞ് നട്ടം തിരിയുമ്പോൾ സ്വർഗത്തിലെ ദൈവത്തിന്റെ ഈ വചനം കടന്നു വരും. മനസ്സിലായോ? ഹല്ലേലൂയ. ഇയ്യോബ് തെറ്റ് ചെയ്തിട്ടല്ല കഷ്ടത വന്നത്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങൾ, ഭാരങ്ങൾ, കഷ്ടത വരുന്നത് നമ്മെ പെർഫെക്റ്റ് ആക്കാനുകൂടെയാണ്. ആമേൻ എന്നാണ് റോമാലേഖനക്കാർ എഴുതി വെച്ചിരുന്നത്. കഷ്ടത സിദ്ധതയെ ഉളവാക്കും. സിദ്ധനാക്കാനല്ല, പെർഫെക്റ്റ് ആക്കാനാണ്. അതുകൊണ്ട് ഹല്ലേലൂയ, നമ്മുടെ ജീവിതത്തിൽ ഇന്ന് അനുഭവിക്കുന്ന ഈ കയ്പിന്റെ, ദുഃഖത്തിന്റെ, ഭാരത്തിന്റെ ഇതെല്ലാം കൂടെ നമ്മൾ ഒരു പക്ഷേ ഒരു ഫുൾ സ്റ്റോപ്പിലായിരിക്കാം, കഥ തീർന്നെന്നായിരിക്കാം. പക്ഷെ തമ്പുരാൻ പറയുകയാണ്, നിങ്ങൾ ശ്രദ്ധിച്ചടുത്തത് കേൾക്കണം, ഞാൻ എവിടെ കഥ തീർന്നെന്ന് പറയുമോ അവിടെ തമ്പുരാൻ കഥ തുടങ്ങും. ഒന്ന് കൈയടിച്ചേ. വടക്കേണ്ടിലായിരുന്ന പാതിരി മഴ കൊള്ളിന്ന് പറഞ്ഞാല് ഞങ്ങളുടെ ആൾക്കാർ എഴുന്നേറ്റുന്ന്, എന്നാലും നിങ്ങൾ പതിയെ എന്തതിശയം എന്ന് കൈയടിച്ചല്ലോ, അതിന് നന്ദി. ഞാൻ നിങ്ങളെ നിരാശപ്പെടുത്താനല്ല, ശക്തിയോടെ ശക്തമായ വചനം വ്യക്തമായി പറയുകയാണ്. കഷ്ടത്തിലും ഭാരത്തിലും പട്ടിണിയിലും മർദ്ദനത്തിലും മരിച്ചെന്ന് പറഞ്ഞ അടിയെ കൊണ്ട് അല്ലെങ്കിൽ ബോധം കെട്ട എന്നെ എടുത്തെറിഞ്ഞ ഒരു കൊച്ചു പയ്യനാണ്. മിനുക്കുമണി കൊണ്ടാ പയ്യൻ, അത് പോട്ടെ. അപ്പൊ ഈ മനുഷ്യൻ അല്ലെങ്കിൽ ഞാൻ തന്നെ ദൈവത്തോട്, കർത്താവേ, ഞാൻ ഈ പോകുന്ന വേ ഓഫ് ഡാർക്ക്നെസ്സിന്റെ കാരണം എന്താണ്? ഇപ്പൊ ഞാൻ ഓക്ലൻഡിൽ വന്നിട്ട് സന്യാസ ജീവിതമാണ്. ഭാര്യയും മോളും ഇന്ത്യയിൽ, മോനും ഭാര്യയും വേറൊരു ഒറിജിനൽ സന്യാസി. ആമേൻ. രാത്രി ശരിക്കും ഉറക്കം കൂടെ വരത്തില്ല. ആഹാരം ഒരു നേരം കഴിക്കും, വിശപ്പില്ല, ഉറക്കവുമില്ല. തമ്പുരാനോട് ചോദിച്ചു, ഇനി മറ്റേ പരിപാടി വല്ലോ ആണോ? ഏതാ? തമ്പുരാൻ അറിയാവുന്നേ. ഞാൻ ഇവിടെ അവസാനിച്ചെന്ന് പറയുന്നു, കഥ തീർന്നോടത്ത് ദൈവം കഥ തുടങ്ങും. ആമേൻ. എൻ്റെ ജീവിതത്തിന്റെ ഫുൾ സ്റ്റോപ്പ് എവിടാണോ അവിടെ ദൈവത്തിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണ്. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ഹല്ലേലൂയ ഒന്ന് പറഞ്ഞേ. ആമേൻ. ഹല്ലേലൂയ. മനസ്സിലായോ? ഈ വേദപുസ്തകം പോലെ ആശ്വസിപ്പിക്കുന്ന ഒരു വചനം ഉലകത്തിൽ വേറൊരു പുസ്തകത്തിൽ ഇല്ല.
അതുകൊണ്ടാണ് ഈ വേദപുസ്തകം എടുത്ത് മാറോട് പിടിച്ച ആ പാസ്റ്റർജി അങ്ങോട്ട് പോയെ. മനസ്സിലായോ? ആമേൻ. ഈ ഒരു പുസ്തകം മാത്രമേ ഡിക്ലെയർ ചെയ്തിട്ടുള്ളൂ. ഹല്ലേലൂയ. അവങ്കിലേക്ക് നോക്കുന്നവർ വേറൊരു പുസ്തകത്തിനും അത് ഡിക്ലെയർ ചെയ്യാനുള്ള അത് പെർമിഷൻ ഇല്ല. ആ വചനം പറയാൻ, ഇന്ന് നിങ്ങൾ നിരാശയിലും ഭാരത്തിലും സങ്കടത്തിലും വ്യഥയിലും മനം തകർന്നും ദുഃഖിച്ചും ഭാരപ്പെട്ടും ഇനി എന്തേന്ന് പറയുമ്പോൾ ഫുൾ സ്റ്റോപ്പിൽ നിൽക്കുമ്പോൾ ഹല്ലേലൂയ സ്വർഗത്തിലെ തമ്പുരാൻ പറയുകയാണ്, മോനെ മോളെ നിന്റെ കഥ തീർന്നു എന്ന് പറഞ്ഞെടുത്ത് ഞാനൊരു പുതിയ ചാപ്റ്റർ തുടങ്ങുക. എനിക്കൊരു പുതിയ സ്റ്റാർട്ടിംഗ് പോയിന്റ് തുടങ്ങണം. ഹല്ലേലൂയ. ആമേൻ. പുരുഷന്മാർക്ക് ഒരല്പം കൂടെ സഹനശക്തി ഉണ്ട്, എന്നാൽ സ്ത്രീകൾക്ക് അത്രയില്ല. ആമേൻ. അവർക്ക് കൂടുതലാണ് ഈ പ്രാരാബ്ദങ്ങളും ചിന്തകളും എന്താകുമെന്നുള്ള. അങ്ങനെ ഒരു സ്ത്രീയെ കുറിച്ച് നമുക്ക് ഉൽപ്പത്തി പുസ്തകത്തിൽ വായിക്കാൻ കഴിയും. 21-ാമത്തെ അധ്യായത്തിൽ. ഹല്ലേലൂയ. ആ മാന്യ വനിതയുടെ പേരാണ് ഹാഗാർ. അബ്രഹാമിന്റെ വീട്ടിലെ ഒരു ദാസിയായി കടന്നു വന്ന് സാറായുടെ ഹല്ലേലൂയ അധികാരത്തിൻ കീഴിൽ വളർന്ന് ആരോഗ്യവും ബലവും ബുദ്ധിയും സൗന്ദര്യവും വിവേകവുമുള്ള സ്ത്രീ ആയതുകൊണ്ട്, പെണ്ണ് ആയതുകൊണ്ട് അബ്രഹാമിന്റെ അരിക്കൽ ചെല്ലുകയും അങ്ങനെ ഇസ്മായേൽ എന്ന ഒരു പുത്രൻ ജനിക്കുകയും ചെയ്തു. ഈ സ്ത്രീക്കും ഒരു കുറ്റമുണ്ട്, പരിഹാസം. പരിഹാസം ബന്ധനം മുറുക്കുമെന്നാണ് യെശയ്യാവിന്റെ പ്രവചനത്തിൽ പറയുന്നത്. അതുകൊണ്ട് സഹികെട്ട് അവിടുത്തെ അമ്മാമ്മ എബ്രഹാമിന്റെ ഭാര്യ സാറ അവരെ ഒരു പാത്രം വെള്ളവും കൊടുത്ത്, ഒരു തുരുത്തി വെള്ളം കൊടുത്ത് അവരെ ഔട്ടാക്കി. ബേർഷേബയുടെ മരുഭൂമിയിൽ ഉഴന്ന് നടന്ന് ഈ സ്ത്രീ അയ്യം വിളിച്ചുകൊണ്ട് പറയാണ്, എനിക്ക് ഈ മോന്റെ മരണം കാണണ്ട. ഒരണ്ടിൻപാട് ദൂരെ ഇട്ടുകൊണ്ട് ഈ സ്ത്രീ ദൈവസന്നിധിയിൽ നിലവിളിക്കുകയാണ്, കർത്താവേ എന്റെ സൗന്ദര്യമാണ് ഇതിന്റെ കാരണം, കർത്താവേ എന്റെ ആരോഗ്യമായിരിക്കാം ഇതിന്റെ കാരണം, അബ്രഹാമിന്റെ വീട്ടിൽ ഒത്തിരി ദാസന്മാരുണ്ടായിട്ടും എന്നെ സെലക്ട് ചെയ്തത് എന്റെ സൗന്ദര്യം കൊണ്ടോ, നല്ല ബ്രീഡ് എടുക്കണമല്ലോ, എന്റെ ആരോഗ്യം കൊണ്ടോ, എന്റെ രൂപലാവണ്യം കൊണ്ടോ ആയിരിക്കാം. പക്ഷെ എനിക്കൊരു തെറ്റ് പറ്റി. ആമേൻ. അതെന്റെ മോനിലേക്കും കടന്നു. മനസ്സിലായോ? എന്നെ ദൈവം പഠിപ്പിച്ച ഒരു കാര്യം, നിന്നവരോ വിട്ടുപോന്നവരെ അവിടെ ഒരു നെഗറ്റീവ് എങ്ങും പറയരുത്. ആമേൻ. കാരണം ഇത് അടുത്ത ജനറേഷനിലേക്ക് സ്പ്രെഡ് ചെയ്യും. വല്ലോ മനസ്സിലായോ? ഒന്നുകൂടെ ഞാൻ പറഞ്ഞോട്ടെ. ഞാൻ ഈ പാസ്റ്ററിന് അതാ പെർമിഷൻ മേടിച്ച് എതിരായിട്ട് ഇരിക്കുന്ന കൈയും കെട്ടിയിരിക്കുന്ന അതിനകത്തോട്ട് 2 വാക്ക് പറഞ്ഞാൽ മതി. എൻ്റെ മോൻ അത് 4 വാക്കായിട്ട് നാട് നീളം പറയും. അവന്റെ കൊച്ചുമോൻ അത് 400 വാക്കായിട്ട് പറയും. ഇത് തലമുറകളിലേക്ക് വ്യാപരിക്കുന്ന ഒരു ശക്തിയാണെന്ന് ഹാഗാറിന്റെ ജീവിതം പഠിപ്പിക്കുന്നു. അല്ലേ? അദ്ദേഹം സമ്മതിച്ചുകൊണ്ട് ഞാനും അംഗീകരിച്ചിരിക്കുന്നു. നല്ല പാട്ടുകാരനാ, പണ്ടേ പരിചയമുള്ളതാ. നിങ്ങളൊന്ന് സന്തോഷിച്ച് വചനം കേൾക്ക്, നല്ല വചനമാ. ഇവിടെ ഇരുന്ന് ഇന്നലെ പറഞ്ഞ് കരയാനാ പറഞ്ഞത് അല്ലേ? മിനിങ്ങാന്നും പറഞ്ഞ് ഭർത്താവിന്റെ പാത കൊടുത്തില്ല, ഇന്ന് കഥ തീർന്നെന്നാ പറഞ്ഞു. ഇനി അടുത്ത പ്രാവശ്യം കഥ ഉണ്ടാവുമോ? ഇല്ലേ? കണ്ടോ, ഡൽഹിക്ക് പോകാനുള്ളവരുടെയൊക്കെ സന്തോഷം കണ്ടോ. അവര് ദിവസം എണ്ണിക്കൊണ്ടിരിക്കുക, നാളെ തിങ്കൾ, നാളെ കഴിഞ്ഞ് ചൊവ്വായി. അവരൊക്കെ ദൈവം അനുഗ്രഹിക്കട്ടെ. അപ്പം ഈ തലമുറയിലേക്ക് പടർന്ന് വളർന്നു കയറുന്ന കയ്പുള്ള വേര് മുളയ്ക്കരുതെന്ന മനസ്സിലായോ? അതുകൊണ്ട് ഈ സ്ത്രീക്ക് അയ്യം വിളിക്കേണ്ടി വന്നു. ബേർഷേബയുടെ മരുഭൂമിയിൽ ഹല്ലേലൂയ അവർ കണ്ണും പൊത്തിയിരുന്ന് കരയുക. ലോകം കൊടുത്ത തുരുത്തിയിലെ വെള്ളം തീർന്നു. മനസ്സിലായോ? തമ്പുരാൻ തരുമ്പം അളവ് കൂടാതെയല്ലോ തരുന്നത്. അങ്ങനെ ബൈബിൾ എഴുതിയിട്ടില്ലയോ? ഉണ്ട്.
ലോകം തരുമ്പോ അളന്നേ കൊടുക്കത്തുള്ളൂ. മനസ്സിലായോ? ഹല്ലേലൂയ. സ്വർഗം തരുമ്പോഴുണ്ടല്ലോ അളവ് കൂടാതെ. അതുകൊണ്ടാ ലൂക്കോസ് എന്ന ഡോക്ടർ എഴുതിയ അമർത്തി കുലുക്കി കവിയുന്ന പറഞ്ഞേ നല്ല അളവെന്നാ മലയാളത്തിൽ എഴുതിയിരിക്കുന്നത്. ആ മെഷറിനെ കുറിച്ച് സ്പെഷ്യൽ എടുത്താ പറഞ്ഞത്. ഇതൊക്കെ അനുഭവിക്കണമെങ്കിൽ, ഹല്ലേലൂയ, മടിയിൽ തരണമെങ്കിൽ, ഹല്ലേലൂയ, കഥ തീർന്നെന്ന് പറഞ്ഞെടുത്ത് ഒരു പുതിയ ചാപ്റ്റർ തുടങ്ങാൻ കർത്താവ് തയ്യാറാണ്. കുശവന്റെ കയ്യിലേക്ക് മണ്ണ് ഏൽപ്പിച്ചു കൊടുക്കുന്നത് ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താൽ മതി, പുതിയ ചാപ്റ്റർ തമ്പുരാൻ തുടങ്ങും. മനസ്സിലായോ? ഈ സ്ത്രീ അല്ലെങ്കിൽ ഇരുന്ന് നിലവിളിക്കുക, എന്തോ അവരുടെ കഥ തീർന്നു, മരണം കാണണ്ട. ഇതാണ് അവരുടെ നിലവിളി. ആ വേദപുസ്തകത്തിനകത്ത് ഹല്ലേലൂയ, എനിക്ക് മരണം കാണണ്ട. അവിടെയാണ് ദൈവം തമ്പുരാൻ നിസ്സഹായയായ, ഉഴന്നു നടന്ന, ഭാരപ്പെട്ട് ഫുൾ സ്റ്റോപ്പിലെത്തിയ, കഥ തീർന്നെന്ന് പറഞ്ഞ സ്ത്രീയോട് സ്വർഗം ദൂതനെ അയച്ചു. കേട്ടോ, കഥ തീർന്നു എന്ന് പറഞ്ഞെടുത്തൊരു കഥ തുടങ്ങി. എന്തുവാ? ഹാഗാറേ, നീ ഭയപ്പെടണ്ട. ആമേൻ. ഞാൻ ഈ കുഞ്ഞിനെ വലിയൊരു ജാതിയാക്കുമെന്ന മലയാളത്തിൽ, പക്ഷെ ഇംഗ്ലീഷിനകത്ത് പറഞ്ഞിരിക്കുക ഗ്രേറ്റ് നേഷൻ. കേട്ടോ, കഥ തീർന്നെന്ന് പറഞ്ഞത് ഫുൾ സ്റ്റോപ്പ് ഉള്ളിടത്ത് ദൈവം വെറും വെള്ളം മാത്രമല്ല കൊടുക്കുന്ന, ജനറേഷൻ ടു ജനറേഷന്റെ ബ്ലെസ്സിങ് ഓഫർ ചെയ്തൊരു ദൈവത്തെയാണ് നാം ആരാധിക്കുന്നത്. വിശ്വാസമുള്ളവരൊന്ന് കൈയടിച്ചേ. എനിക്കൊരു കാര്യം മനസ്സിലായി, ഷാരി പാസ്റ്ററിന് കൈയടിച്ചതിനേക്കാൾ കൂടുതൽ നിങ്ങൾ എനിക്ക് കൈയടിച്ചു. അതുകൊണ്ട് അദ്ദേഹം പിണങ്ങാതിരിക്കാൻ അടുത്ത പ്രാവശ്യം ഇതിനേക്കാൾ കൂടുതൽ കൈയടിക്കണം. മനസ്സിലായോ? ആമേൻ. ഹല്ലേലൂയ. ഈ വേദപുസ്തകത്തിനകത്ത് പറഞ്ഞിരിക്കുന്ന ഈ സ്ത്രീ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തില്ല. ദൈവത്തിന്റെ ബ്ലെസ്സിങ് എന്ന് പറയുന്നത്, ഞാൻ എല്ലായിടത്തും പറയും, ബിയോണ്ട് ദി എക്സ്പെക്ടേഷൻ. മനസ്സിലായോ? ഞാൻ എൻ്റെ ജീവിതത്തിന്റെ കാര്യം പറയാം. എനിക്ക് 6 മാസം ഉള്ളപ്പോൾ എൻ്റെ അമ്മച്ചി മരിച്ചുപോയി. വലിയപ്പച്ചനാ വളർത്തിയ പുള്ളി. റബ്ബറൊക്കെ ഷോർട്ടർ എടുത്ത്, നാട്ടിൽ പണിക്ക് പോകാൻ മടിയായതുകൊണ്ട് ഷോർട്ടർ എടുത്ത് വെക്കും. 5ാം ക്ലാസ്സിൽ പഠിക്കും. 10 വയസ്സുള്ളപ്പോൾ ഒരു കൂടെ എൻ്റെ അര കെട്ടിത്തന്നു, എന്താ ഒട്ടുപാല് പറിക്കാൻ. 8, 9, 10 പഠിക്കുമ്പോൾ ഞാൻ കടുംവെട്ട് റബ്ബർ സ്ലോട്ടറിന്റെ ഇത് ചെയ്തു. അന്ന് മുതൽ ഇന്നും പിരുപിരാം ഓടുന്ന വടക്കേ ഇന്ത്യയിലെ മിക്ക സംസ്ഥാനങ്ങളിലും ഓടി. 3 പ്രാവശ്യം ഹല്ലേലൂയ ആക്സിഡന്റ് ആയി. 2 പ്രാവശ്യം ശരിക്കും തല്ലുകൊണ്ടു. 1 പ്രാവശ്യം തല്ലിന് ഞാൻ 3 വർഷം ചുമച്ച് തുപ്പിയത് മുഴുവൻ ബ്ലഡാ. കഴിഞ്ഞ ദിവസം കണ്ടപ്പോഴും എനിക്ക് ഇന്ന് നാഷണൽ പ്രയർ ബാൻഡ് ന്യൂസ് വന്നപ്പോൾ സങ്കടം തോന്നി. ഒറീസയിലെ കന്തുമാലയിൽ ഹല്ലേലൂയ കത്തോലിക്ക ചർച്ചിനകത്ത് കയറി പോലീസുകാരൊരു അച്ഛനെ തല്ലി. അദ്ദേഹത്തിന്റെ പുറത്തെ പാടൊക്കെ കണ്ടപ്പോ മനസ്സിലായോ? അതിന്റെ ലോങ് ടേം എഫക്റ്റ് മനുഷ്യർക്ക് മനസ്സിലാകത്തില്ല. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം ജബൽപൂരിൽ ഹല്ലേലൂയ ഒരു ബിഷപ്പിനെ, അദ്ദേഹത്തിന് സെക്രട്ടറി, അവരുടെ ചർച്ചിൽ പോയി ഹല്ലേലൂയ ക്രിസ്തീയ വിരോധികള് ഹല്ലേലൂയ തോടുഫോട് ഇതൊക്കെ ചെയ്തപ്പോൾ അവർ പോലീസ് സ്റ്റേഷനിൽ FIR കൊടുക്കാൻ പോയതാ. ഇവർ ദൂരെ നിന്ന് കണ്ടിട്ട് അവരെ പോലീസ് സ്റ്റേഷനിൽ ഇട്ട് തന്നെ. മനസ്സിലായോ? തല്ലു കൊള്ളുമ്പോൾ എല്ലാവരും ഫോട്ടോ ഒരു പ്രാർത്ഥനയുണ്ട്, പക്ഷേ തല്ലു കൊണ്ടതിൻ്റെ ലോങ് ടേം എഫക്റ്റ്. എൻ്റെ ഒരു ചെവിയുടെ 40% എനിക്ക് കേൾക്കത്തില്ല, 35% കേൾക്കത്തില്ല. അന്ന് കൊണ്ട തല്ലിൻ്റെയാ. കോട്ടയത്ത് ഒരു ആശുപത്രി ട്രീറ്റ്മെന്റ് ഇപ്പോഴും ചെയ്യുന്നുണ്ട്, അവർ മരുന്ന് തരുക. ഇത് അവിടെ തന്നെ നിൽക്കട്ടെന്ന്. അല്ലെങ്കിൽ ഷാജി പാസ്റ്റർ വിളിക്കുമ്പോഴത്തേന് എന്നാ പറഞ്ഞേ എന്ന് ഞാൻ പറയാതിരിക്കാൻ. കഥ തീർന്നിടത്ത് ഒരു കഥ തുടങ്ങുന്നൊരു തമ്പുരാനുണ്ട് കേട്ടോ. ഹാഗാർ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല മരണം കാണണ്ടെന്ന് പറഞ്ഞുകൊടുത്തു. ഹല്ലേലൂയ. ഈ മോനെ ഞാൻ ഗ്രേറ്റ് നേഷൻ ആക്കുമെന്ന് പറഞ്ഞ കേവല ഉത്തരവാദിത്തം ഹാഗാറിന്റെ മാത്രമല്ല ദൈവം എടുത്തത്. ഹല്ലേലൂയ. ഇസ്മായിലിന്റെ മാത്രമല്ല എടുത്തത്, ജനറേഷൻ ടു ജനറേഷന്റെ ഹല്ലേലൂയ. നമ്മുടെ നാട്ടിൽ പറയുന്ന ഒരു നീണ്ട കഥയുടെ
ആരംഭമിട്ടു. മനസ്സിലായോ? നിങ്ങൾ കഥ തീർത്തെടുത്ത് ദൈവത്തിനൊരു പുതിയ നീണ്ട കഥ തുടങ്ങുക. തലമുറ തലമുറയായി നീ എൻ്റെ സങ്കേതവും ബലവുമാ. ഇന്നും ഹാഗാറിന്റെ പുത്രന്റെ മക്കൾ ഗ്രേറ്റ് നേഷൻസ് അല്ലേ മിഡിൽ ഈസ്റ്റിൽ? മിഡിൽ ഈസ്റ്റ് പോയോന്ന് കൈയടിച്ചേ. ഇനി അല്ലല്ല, മോട്ടോർ വെഹിക്കിൾ ഉള്ളവരെല്ലാം ഒന്ന് കൈ പൊക്കിക്കേ. അല്ല, ബാറ്ററി ഇല്ലാത്ത മോട്ടോർ ഉള്ളവർ, ഇതിനകത്തെ ഫ്യൂള് ആ മോന്റെ ദേശത്ത് നിന്നല്ലേ ഗ്രേറ്റ് നേഷൻ ആകുമെന്ന്. ഫുൾ സ്റ്റോപ്പിൽ നിന്നൊരു സ്ത്രീ, ഹല്ലേലൂയ, ആ ബാലൻ അവിടെ കൈയും കാലും ഇട്ടടിച്ചു. നമ്മളെക്കാൾ കൂടുതൽ ഇസ്ലാമിക് ലിറ്ററസിയിൽ പറഞ്ഞിരിക്കുന്നത് ആ മോൻ അവിടെ കൈയും കാലും ഇടിച്ചു മരണപ്രാണത്തോടെ അന്ത്യശ്വാസം വലിക്കാൻ കൈയും കാലും ഇട്ടടിച്ചു കൊടുത്ത് അവിടെ നിന്ന് ഒരു ഉറവ പൊട്ടിപ്പുറപ്പെട്ടു. മനസ്സിലായോ? ഒരിക്കലും വറ്റാത്ത ഒരു ഉറവ അവൾക്ക് വേണ്ടി തുറന്നു കൊടുത്തില്ലേ? കഥ തീർന്നെടുത്തു. ഹല്ലേലൂയ, തലമുറയ്ക്ക് വേണ്ടി ഉറവ തുറന്നെടുത്ത് തമ്പുരാനില്ലേ ഉൽപ്പത്തിയിൽ? ആ ദൈവമല്ലേ നമ്മെ വിളിച്ചത്? ഹല്ലേലൂയ. ആ തമ്പുരാന്റെ വചനം പറയാണ്, വിശ്വസിച്ചാൽ, പറഞ്ഞേ ബാക്കി, വിശ്വസിച്ചാൽ മഹത്വം, വിശ്വസിച്ചാൽ ഫുൾ സ്റ്റോപ്പ് എന്നും പറഞ്ഞ് കഥ തീർന്നെന്നും പറഞ്ഞ് ഇരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, മാനസികമായി വ്യഥ അനുഭവിപ്പെട്ട് ദുഃഖം അനുഭവിച്ച് ഭാരത്തോടെ ഇരിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളോട് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം വ്യക്തമായി ഇന്ന് പകൽക്കാലം അല്ലയോ സ്വർഗത്തിലെ ദൈവം എന്നെ കൊണ്ടുവന്ന് ഇവിടെ വെച്ച് പറയുകയാണ്, കഥ തീർന്നെന്ന് പറയുന്നിടത്ത് സ്വർഗത്തിലെ ദൈവം പുതിയൊരു കഥ തുറക്കാൻ ശക്തനാണ്. ഹാഗാറിന് വേണ്ടി, അവന്റെ മോന് വേണ്ടി കഥ ഹല്ലേലൂയ, അവർ തുടർക്കഥ തുറന്നെങ്കിൽ, ഹല്ലേലൂയ, അറബിക് നേഷൻ ഇന്നും നടക്കുന്നെങ്കിൽ, ഹല്ലേലൂയ, അതിന്റെ പിന്നിൽ ഒരു ഫുൾ സ്റ്റോപ്പ്, ഒരു വ്യഥയുടെ കഥയും ഉണ്ടെങ്കിൽ, എന്റെ നിങ്ങളുടെ തലമുറയെ കുറിച്ച് ഉത്തരവാദിത്തമുള്ള ഒരു നല്ല ദൈവം നമുക്കില്ലേ? അവൻ നല്ലവനെന്നൊന്ന് രുചിച്ചറിഞ്ഞേ, ഹല്ലേലൂയ, ആ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുത്തേ, വിശ്വസിച്ച് ദൈവത്തിന്റെ മഹത്വത്തെ ഒന്ന് കണ്ടേ. ഈ രോഗവും ദുഃഖവും ഭാരവും പ്രയാസവും സങ്കടവും, പേപ്പർ വർക്ക് നടക്കുന്നില്ല, എന്റെ വിസ എക്സ്റ്റെൻഡ് ചെയ്യുന്നില്ല, എനിക്ക് നല്ല ജോലി ലഭിക്കുന്നില്ല, എന്റെ കാര്യങ്ങൾ നടക്കുന്നില്ലെന്നും പറഞ്ഞ് നിരാശയുടെ അധ്യായത്തിന്റെ ഫുൾ സ്റ്റോപ്പിൽ എത്തി അവസാനം ആമേൻ എന്ന് പറഞ്ഞിരിക്കുന്ന പ്രിയപ്പെട്ടവളെ, പ്രിയപ്പെട്ടവനെ, നിങ്ങളോട് ദൈവത്തിന്റെ ആത്മാവ് വ്യക്തമായി ഇന്ന് പകൽക്കാലം പറയുകയാണ്, കഥ തീർന്നെടുത്ത് ഒരു പുതിയ കഥ തുടങ്ങുവാൻ, ഹല്ലേലൂയ, ഫുൾ സ്റ്റോപ്പിൽ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് തുടങ്ങുവാൻ സ്വർഗത്തിലെ ദൈവം അവൻ അത്ഭുത മന്ത്രിയാണ്. ഞാൻ നിന്നെ ഒരു നാളും അനാഥനായി വിടത്തില്ലെന്ന് വാഗ്ദത്തം ചെയ്ത ദൈവം, ലോകാവസാനം എല്ലാ നാളും കൂടെ ഉണ്ടെന്ന് വാഗ്ദത്തം ചെയ്തും കിക്ക് ചെയ്ത് പുറത്താക്കിയ, ഹല്ലേലൂയ, ആ ദാസിയ മോനിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തെങ്കിൽ അവൻ എന്റെ ഉത്തരവാദിത്തം ഏറ്റെടുപ്പാൻ ശക്തനാണ്. യോബ് പറഞ്ഞു, യോബിനെ കുറിച്ച് വീണ്ടും പറയാം, എന്റെ കഥ കഴിഞ്ഞെന്ന്. അതുപോലെ വേറൊരു സ്ത്രീയുണ്ട്. അതാണ് യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം. ഒരു കൂട്ടം ജനം അങ്ങനെ ഒരു സ്ത്രീയെ പിടിച്ചുകൊണ്ടുവന്ന് യേശുവിന്റെ കാൽ കീഴിൽ വെച്ചു. എന്നിട്ട് ആ ജനക്കൂട്ടം പറഞ്ഞു, വലിയവരും ചെറിയവരുമായ എല്ലാവരും, ഞങ്ങളുടെ ന്യായപ്രമാണം അനുസരിച്ച് ഈ സ്ത്രീയെ കല്ലെറിഞ്ഞു കൊല്ലണം. നീ എന്തു വിധിക്കുന്നു? ഞങ്ങൾ വിധിച്ചു കഴിഞ്ഞു. ലോകം വിധിക്കുന്നത് പോലെയല്ല സ്വർഗം വിധിക്കുന്നത്. ഹല്ലേലൂയ. അവരെല്ലാവരും കൂടി വന്ന് കല്ലുവെടുത്തിരിക്കുകയാണ്. ഒരൊറ്റ ശബ്ദം മതി, യേശു. ഈ സ്ത്രീ കണ്ണും പൊത്തി മുട്ടിലേക്ക് തന്റെ തല താഴ്ത്തി, ഒരുപക്ഷെ അവളെ കീറിയ ആ തുണികളുമായി, ഒരുപക്ഷെ അവൾക്ക് കല്ലേർ കൊണ്ട് കാണാതിരിക്കാം, വൂണ്ടഡ് ബോഡിയോടുകൂടെ മാനസികവും ശാരീരികമായി തളർന്ന, മറ്റുള്ള മുമ്പിൽ തല ഉയർത്താൻ കഴിയാതെ വണ്ണം ലജ്ജിതയായി ഈശോയുടെ പാദപീഠത്തിങ്കൽ വന്നു വീണു. ഹൃദയത്തെ അറിയുന്ന ഒരു ദൈവമില്ലേ? ആ സ്ത്രീ പറഞ്ഞ, എന്റെ ജീവിതം, ദിസ് ഈസ് ദ ഫിനിഷിംഗ് പോയിന്റ്.
എന്റെ ജീവിതം തീർന്നു. അതൊരു പക്ഷെ എന്റെ കയ്യിലിരിപ്പ് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ എന്റെ മജബൂരി, എന്തോ മലയാളത്തിൽ മജബൂരി, എന്തെങ്കിലും ആട്ടല്ലേ, എന്റെ ഭാഷയെ ഞാൻ പറഞ്ഞു, എന്ത് ചെയ്യാം, എന്റെ ജീവിതത്തിലെ ഹല്ലേലൂയ നിവൃത്തിയില്ലായ്മ കൊണ്ടായിരിക്കാം ഞാൻ ഈ പണിക്ക് പോയത്, എന്റെ ഗതിയോട് കൊണ്ടായിരിക്കാം ഞാൻ പിടിക്കപ്പെട്ടു പോയി. ഈ പബ്ലിക്കിന് മുമ്പിൽ ഞാൻ വളരെ മ്ലേച്ഛയായ സ്ത്രീയായി എന്റെ ജീവിതം തകർന്നു. ഇനി ഒരു കൂട്ടം കൽക്കൂമ്പാരമുണ്ടായി. യഹൂദന്മാരുടെ ആ കഷ്ടവത, എറിഞ്ഞു കൊല്ലുന്നവരെ ഒരു കൽക്കൂമ്പാരമാക്കി വെക്കും. ആമേൻ. ഇനി ഈ കൽക്കൂമ്പാരത്തിനകത്ത് എല്ലുകൾ ഞുറുങ്ങി, ശരീരം തകർന്ന്, തലയോട്ട് തകർന്ന് ഒരു ഹല്ലേലൂയ ഒരു കൽക്കൂമ്പാരത്തിനകത്ത് കിടക്കേണ്ടി വരും. ഫിനിഷിംഗ് പോയിന്റ്. തമ്പുരാന്റെ പാദപീഠം ഫിനിഷിംഗ് പോയിന്റ് അല്ല കേട്ടോ, അവിടെയാണ് ഒറിജിനൽ സ്റ്റാർട്ടിംഗ് പോയിന്റ്. ഒന്ന് കൈ അടിച്ചേ. ഈ സ്ത്രീയും ഹല്ലേലൂയ വേദനയോടെ, ദുഃഖത്തോടെ, ലജ്ജയോടെ കടന്നു വന്ന് ഈശോയുടെ പാദപീഠത്തിൽ വീണ് ഹല്ലേലൂയ അവളിങ്ങനെ കിടക്കുമ്പോൾ കർത്താവ് വിധിച്ചു കേട്ടോ. ലോകം വിധിക്കുന്നത് പോലല്ല തമ്പുരാൻ വിധിക്കുന്നത്. അതാണ് ദൈവവും അല്ലെങ്കിൽ നമ്മുടെ കർത്താവും ലോകവുമായിട്ടുള്ള വിധിയുടെ മാറ്റം. കർത്താവ് വിധി കർത്താവ് തന്നെയാ പറഞ്ഞേ, ഹല്ലേലൂയ നിങ്ങളിൽ എത്ര നല്ലപോലെ അറിയാം, നല്ല വിശ്വാസികൾ കണ്ടോ. അത് കൂടുതലും പറഞ്ഞ ആ ഭാഗത്ത് നിന്നാണ്. കല്ലെറിയല്ലേ, ആമേൻ. ചെറിയ ചെറിയ കാര്യം, ഇത്ര ഉപ്പ് കുറഞ്ഞു പോയല്ലോ, മസാല കൂടിപ്പോയല്ലോ, അതൊക്കെ വീട്ടിലെ കാര്യങ്ങളല്ലേ. അപ്പൊ ഈ സ്ത്രീ ഹല്ലേലൂയ അന്ത്യ പോയിന്റ്, ലാസ്റ്റ് പോയിന്റിലെത്തിയപ്പോൾ കർത്താവ് പറഞ്ഞു, നിങ്ങളിൽ പാപമില്ലാത്തവർ വലിയവരും ചെറിയവരും വിട്ടുപോയി. അടുത്ത വാക്യം പറഞ്ഞിരിക്കുന്നതാണ് 9ാമത്തെ വാക്യത്തിലെ ഹല്ലേലൂയ യേശു, ഹല്ലേലൂയ യേശുവും സ്ത്രീയും മാത്രം ശേഷിച്ചു. മനസ്സിലായോ? കർത്താവിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് വേറൊരു അമ്മാച്ചനും വേണ്ടെന്നേ. വേണോ? ഒരു മനുഷ്യന്റെ ആവശ്യമില്ല. മനസ്സിലായോ? ഈ സ്ത്രീയുടെ അതൊരു ന്യൂ ബിഗിനിങ്, ന്യൂ ക്രിയേഷന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ ഹല്ലേലൂയ ഈശോയും ഈ ഒരു അമ്മാമ്മ മാത്രമാണ്. ഹല്ലേലൂയ. മനസ്സിലായോ? എന്റെയും നിങ്ങളുടെയും സ്റ്റാർട്ടിംഗ് പോയിന്റുകളിൽ അപ്പൻ കാണത്തില്ലായിരിക്കാം, അമ്മ കാണത്തില്ലായിരിക്കാം, ബന്ധുമിത്രാദികൾ ഇല്ലായിരിക്കും. പലപ്പോഴും നമ്മുടെ എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റ് ഒന്നിനും കൊള്ളത്തില്ല. മനസ്സിലായോ? ആമേൻ. നമ്മുടെ ക്വാളിഫിക്കേഷൻ ഒന്നും കൊള്ളത്തില്ല, നമ്മുടെ ഐഡിയ ഒന്നും കൊള്ളാം, ഫിലോസഫി ഒന്നും കൊള്ളത്തില്ല. പക്ഷെ യേശു മാത്രം മതിയെന്നാണ് ഇവിടെ പറഞ്ഞത്. കഥ തീർന്നവർക്ക് എന്തുവാ? യേശു മാത്രം മതി. ഈ യേശുവായിട്ടേ ജീവിക്കാവുള്ള. ഏതാ? ഞാനല്ല. ആമൻ. നിങ്ങൾ എൻ്റെ ആക്ഷൻ തിരുത്തിപ്പോയെങ്കിൽ ആമൻ. ഈ നല്ല ഈശോയുമായിട്ടൊന്ന് വന്നേ ആയിരിക്കലോട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ സ്റ്റാർട്ടിങ്. ആ 9ാമത്തെ വാക്യത്തിൽ പറയുന്നതാണ് ഓരോരുത്തരും വിട്ടുപോയി. മനസ്സിലായോ? നമ്മൾ പ്രതീക്ഷിക്കപ്പെടുന്ന, നമ്മളെ രക്ഷിക്കും, നമുക്ക് വേണ്ടി ഡിഫൻഡർ ആകുമെന്ന് നാം പലരെ കുറിച്ച് പ്രതീക്ഷിച്ച പലരും വിട്ടുപോയി. ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ പണിയുന്ന ബൈപ്പാസ് ലോകത്തെല്ലായിടത്തും. ഹല്ലേലൂയ. മനസ്സിലായോ? ഇപ്രാവശ്യം വന്നപ്പോഴത്തേന് ഷാജി പാസ് ഇവിടെയും കൂടെ ഒരു എക്സിസ്റ്റ് ഡോർ തുറന്നു. ആമേൻ. എത്ര പേര് നമ്മളെ എക്സിസ്റ്റ് ചെയ്തു. ഹല്ലേലൂയ. എത്ര പ്രതീക്ഷയുള്ളവർ നമ്മെ ബൈപ്പാസ് ചെയ്തു. ഓരോരുത്തരായി വിട്ടുപോയപ്പം വിട്ടുപോകാത്തൊരുവൻ മാത്രമേ ഉള്ളൂ. കഥ തീർന്നെന്ന് പറഞ്ഞാലും നമ്മെ വിട്ടുകൊടുക്കാത്തൊരുവനുണ്ട് കേട്ടോ. നിങ്ങളൊന്ന് വിശ്വസിച്ചൊന്ന് ഹല്ലേലൂയ തമ്പുരാനെ ഒന്ന് ഹൃദയത്തിൽ നിന്ന് ഹല്ലേലൂയ ഒന്ന് പറഞ്ഞേ. ഹല്ലേലൂയ. നമ്മളൊക്കെ എത്ര മരണത്തിന് വിട്ടുകൊടുക്കേണ്ടതാ. മനസ്സിലായോ? ആക്സിഡന്റിന് വിട്ടുകൊടുത്തില്ല.
മനസ്സിലായോ? രോഗക്കിടയ്ക്ക് വിട്ടുകൊടുത്തില്ല, മാറാരോഗത്തിന് വിട്ടുകൊടുത്തില്ല. മനസ്സിലായോ? പഴക്കല പോലെ തൂക്കിയെടുത്ത് 4 പേര് തൊഴിച്ച് ദൂരെ എറിഞ്ഞൊരു മനുഷ്യനാണ്. അന്ന് മരണത്തിന് വിട്ടുകൊടുക്കാതെ നിർത്തിയത് നിങ്ങളോട് വിട്ടുകൊടുക്കാത്തൊരു തമ്പുരാനുണ്ടെന്ന് ഹൃദയം തകർന്ന് പറയാത്ത. യേശു മാത്രമേ എനിക്കും നിങ്ങൾക്കും വേണ്ടി ഒരു ശേഷിപ്പുള്ളൂ. നിങ്ങളുടെ ബാങ്ക് ബാലൻസ് അല്ല, നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകളല്ല. സോറി, ഐ ബിക്കം സംതിങ് ഇമോഷണൽ. സോറി വൺസ്. ദൈവമേ ക്ഷമിക്കണം. മനസ്സിലായോ? എന്നെയും നിങ്ങളെയും വിട്ടുകൊടുക്കാൻ മനസ്സിൽ